ഏറെ വൈകാരികവും വളരെ ശക്തവുമായി പ്രതികരിക്കുകയാണ് നടി ആക്രമിക്കപ്പെട്ട കേസിലെ അതിജീവിത. തനിക്കെതിരെ അക്രമം നടന്നപ്പോൾ പോലീസിൽ പരാതിപ്പെട്ടതാണോ താൻ ചെയ്ത തെറ്റെന്ന് വൈകാരികമായി ആ നടി ചോദിക്കുന്നു. കേസിൽ 20 വർഷം കഠിന തടവിന് വിധിക്കപ്പെട്ട മാർട്ടിൻ ആന്റണി പുറത്തുവിട്ട വിവാദ വീഡിയോയ്ക്ക് മറുപടി നൽകിക്കൊണ്ടാണ് അതിജീവിതയുടെ പുതിയ പ്രതികരണം ഉണ്ടാകുന്നത്. ഈ കേസിൽ വിധി വന്നതിന് ശേഷമുള്ള രണ്ടാമത്തെ പ്രതികരണമാണ്. എന്താണ് പുതിയ പോസ്റ്റിൽ ഈ അതിജീവിത പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. താൻ ചെയ്ത തെറ്റ്, തനിക്കെതിരെ അക്രമം നടന്നപ്പോൾ അതപ്പോൾ തന്നെ പോലീസിൽ പരാതിപ്പെട്ടത്, നിയമ നടപടി വേണമെന്നാവശ്യപ്പെട്ട് മുന്നോട്ട് പോയത്, അന്നേ സംഭവിച്ചതെല്ലാം വിധിയാണെന്ന് സമാധാനിച്ച് ആരോടും ഒന്നും പറയാതെ മിണ്ടാതെ ഇരിക്കണമായിരുന്നു. പിന്നീട് എപ്പോഴെങ്കിലും ആ വീഡിയോ പുറത്തു വരുമ്പോൾ അതെന്തുകൊണ്ട് അന്നേ പോലീസിൽ പരാതിപ്പെട്ടില്ല എന്ന് കുറ്റപ്പെടുത്തുന്നവരോട് എന്ത് പറയണമെന്നറിയാതെ ആത്മഹത്യ ചെയ്യണമായിരുന്നു. 20 വർഷം ശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിൽ പോയ രണ്ടാം പ്രതി പോകുന്നതിന് മുൻപേ ഒരു വീഡിയോ എടുത്തത് കണ്ടു. അതിൽ താനാണ് നഗ്ന വീഡിയോ എടുത്തത് എന്നതുകൂടി പറയാമായിരുന്നു. ഇത്തരം വൈകൃതങ്ങൾ പറയുന്നവരോടും പ്രചരിപ്പിക്കുന്നവരോടും നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ ഈ അവസ്ഥ വരാതിരിക്കട്ടെ. ഇരയല്ല, അതിജീവിതയല്ല, വെറും ഒരു മനുഷ്യൻ മാത്രം, എന്നെ ജീവിക്കാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിജീവിതയുടെ ആ പോസ്റ്റ് അവസാനിക്കുന്നത്. നോക്കൂ, എന്താണ് കടന്നുപോയ സാഹചര്യം എന്ന് വളരെ വ്യക്തമാക്കുന്നുണ്ട് ആ പോസ്റ്റ്. പ്രതികരിച്ചതാണോ താൻ ചെയ്ത തെറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം എത്രയെത്ര ഇതുപോലെയുള്ള പരാതികളിൽ എന്തേ പരാതിപ്പെടാൻ വൈകി എന്ന് നീതിന്യായ സംവിധാനത്തിന്റെ ഭാഗമായവർ ചോദിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൂടി അതിജീവിത അവിടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിപ്പോൾ താൻ ആദ്യം തന്നെ പ്രതികരിച്ചതാണോ തെറ്റായി പോയത് എന്നതാണ് അതിജീവിത ചോദിക്കുന്നത്. കേസിൽ പ്രതിയായ മാർട്ടിൻ നടിയുടെ പേര് വെളിപ്പെടുത്തി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. പ്രോസിക്യൂഷൻ കേസ് കെട്ടിച്ചമച്ചതാണെന്നും നടി വെളിപ്പെടുത്തിയതും കോടതിയിൽ തെളിഞ്ഞതുമായ കാര്യങ്ങൾ വാസ്തവമല്ല എന്നും ആരോപിച്ചായിരുന്നു മാർട്ടിന്റെ ആ വീഡിയോ. ഇതിനെതിരെ അതിജീവിത നിയമ നടപടി ആവശ്യപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രിയെ ക്രിസ്മസ് വിരുന്നിനിടെ കണ്ടിരുന്നു അതിജീവിത. അതിനുശേഷം ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരം എത്തുകയും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. അവിടെ സമൂഹ മാധ്യമങ്ങളിൽ താൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്ത് എന്നത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ അതിജീവിത കൊണ്ടുവന്നിരുന്നു. അതിന് പിന്നാലെയാണ് ആ വിഷയത്തിൽ കേസെടുക്കുന്ന നടപടികളിലേക്കൊക്കെ പോലീസ് കടന്നിരുന്നത്. അതിജീവിതയുടെ ആവശ്യപ്രകാരമായിരുന്നു അത്തരം നടപടികൾ. ആ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അത്തരം നടപടികൾ ഉണ്ടായത്. അതിൽ മാർട്ടിനെതിരെ കേസെടുത്തു. സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോ പ്രചരിപ്പിച്ചവർക്കെതിരെയും നടപടി എടുക്കുന്നുണ്ട്. അതിനുള്ള നീക്കങ്ങൾ കൂടുതൽ ശക്തമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ അവസരത്തിലാണ് ഇപ്പോൾ അതിജീവിതയുടെ മറ്റൊരു പ്രതികരണം കൂടി വരുന്നത്. ഇതാണ് ആക്രമിക്കപ്പെട്ട നടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനി ആക്രമിക്കപ്പെട്ട നടിയുടെ അവസ്ഥ ഇതാണെങ്കിൽ എന്താണ് അവരെ പിന്തുണയ്ക്കുന്നവരുടെ അവസ്ഥ എന്നതുകൂടി കാണണമല്ലോ. ദിലീപിനെതിരെ സംസാരിച്ചാൽ മുഖത്താസിഡൊഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് ചലച്ചിത്ര പ്രവർത്തക ഭാഗ്യലക്ഷ്മി ഇന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധി വന്ന ശേഷമുള്ള ശക്തമായ നിലപാടുകളുടെ പേരിലാണ് ഈ ഭീഷണി തനിക്കുണ്ടാകുന്നതെന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നു. ഫോൺ കോളിലൂടെയാണ് ആസിഡ് ഭീഷണി മുഴക്കിയതെന്ന് ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കി. ഇനിയും ദിലീപിനെതിരെ പറഞ്ഞാൽ മുഖത്താസിഡൊഴിക്കുമെന്നായിരുന്നു ഭീഷണി. കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യം വിളിച്ചെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു. നീ ഇനിയും ദിലീപേട്ടനെതിരെ പറയുവോടി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പറയും. അപ്പൊ നിന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചാൽ നീ എന്ത് ചെയ്യും? നീ ഒഴുക്കി. ഇതൊരു വേറൊരു വിധത്തിലുള്ള ഒരു കൊട്ടേഷൻ മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളോട് ആ സിനിമ കാണരുതെന്ന് പറയാൻ എനിക്കെന്ത് അവകാശം? അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതിനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാ. എന്തുകൊണ്ടാണ് എനിക്ക് ഇനി ഡബ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്? ഫോൺ കോളിലൂടെയാണ് വന്നത്. 12/7 എനിക്ക് ഈ നമ്പറിൽ നിന്ന് എനിക്ക് കോൾ വന്നത്. അയാൾ വിളിച്ച ഉടനെ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു കോൾ വരുമെന്ന്. അത് കാരണം ഞാൻ പെട്ടെന്ന് കോൾ വന്നപ്പോൾ എടുത്ത ഉടനെ ഇങ്ങനെ പല്ല് കടിച്ച് പിടിച്ച് ഇങ്ങനെ വളരെ അറയ്ക്കുന്ന തെറിയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ മിണ്ടാതെ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. എന്നിട്ട് നീ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നീ ഇനിയും ദിലീപേട്ടനെതിരെ പറയുവോടി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പറയും, ഇനിയും പറയും. അപ്പോൾ നിന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചാൽ നീ എന്ത് ചെയ്യും? നീ ഒഴുക്കി എന്ന് പറഞ്ഞു. പിന്നെ ഞാനങ്ങ് കട്ട് ചെയ്തു, കോളങ്ങ് കട്ട് ചെയ്തു.
അപ്പോൾ ഒരു കഷ്ടിച്ച് കുറച്ച് സമയമേ സംസാരിച്ചുള്ളൂ. അധികം സംസാരിക്കാനുള്ളൊരു സ്പേസ് 19 സെക്കൻഡ് കോള് പോയുള്ളൂ. പിന്നെ ഞാൻ കട്ട് ചെയ്തു. കാരണം ഇവിടെ പണിക്കാർ നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് തിരിച്ച് തെറി പറയാൻ അറിയാമെന്നിട്ടൊന്നുമല്ല, പക്ഷെ നമ്മുടെ ഒരു സംസ്കാരം അതിന് അനുവദിക്കുന്നില്ല. അപ്പോൾ ഇവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നു, പണിക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് കോള് കട്ട് ചെയ്തു. പക്ഷേ ഇതൊരു പെയ്ഡ് തന്നെയാണ്. ഇതൊരു വേറൊരു വിധത്തിലുള്ള ഒരു കൊട്ടേഷൻ മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മളെ സോഷ്യൽ മീഡിയ വഴി നമ്മളെ കുറേ പേര് തെറി വിളിക്കുന്നു. അതിന് പുറമെ ഇപ്പോൾ ഡയറക്റ്റായിട്ട് വിളിച്ചു തുടങ്ങി. തീർച്ചയായിട്ടും ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. ഇപ്പോൾ മറ്റുള്ളവരൊന്നും അയാൾക്കെതിരെ, സിനിമയിലുള്ള ആരും തന്നെ അയാൾക്കെതിരെ സംസാരിക്കുന്നില്ല. സിനിമയിൽ നിന്ന് ഞാൻ മാത്രമാണ് അയാൾക്കെതിരെ സംസാരിക്കുന്നത്. അപ്പോൾ മറ്റാരെയും, സാധാരണക്കാരാണ് അവളോടൊപ്പം നിൽക്കുന്ന മുഴുവനും. അപ്പോൾ സാധാരണക്കാരെയൊന്നും വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് എന്നെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആസിഡ് ഒഴിക്കും എന്ന ഭീഷണിയാണ് അതിജീവിതയെ അനുകൂലിക്കുന്ന ഭാഗ്യലക്ഷ്മിക്ക് വന്നിരിക്കുന്നത്. ഫോൺ വിളിച്ച നമ്പർ സഹിതം പോലീസിൽ പരാതി നൽകും എന്നതാണ് ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. മുൻപും ഇത്തരത്തിലുള്ള ഭീഷണി ലഭിച്ചിട്ടുണ്ട് ഭാഗ്യലക്ഷ്മിക്ക്. അപ്പോഴൊക്കെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അങ്ങനെ പരാതി നൽകിയിട്ടും യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല എന്നതുകൂടി അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധി വന്ന ശേഷം നീതി പൂർണ്ണമായില്ലെന്ന നിലയിലുള്ള പ്രതികരണങ്ങൾ അതിജീവിതയുടെ ഭാഗത്തു നിന്ന് വളരെ ശക്തമായി ഉണ്ടായി. അതിജീവിതയെ അനുകൂലിക്കുന്നവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ആ പ്രതികരണങ്ങളിലെ പ്രകോപനമാണ് ഈ ഭീഷണിക്ക് കാരണം എന്നത് വ്യക്തവുമാണ്. അപ്പോൾ അതിജീവിതയ്ക്ക് മാനഹാനി വരുത്തുന്ന, അല്ലെങ്കിൽ അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിൽ ഈ സംഭവമൊക്കെ അവർ ആവിഷ്കരിച്ച് നടപ്പാക്കിയത് എന്ന തരത്തിൽ ഒരു വീഡിയോ ആണ് മാർട്ടിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അത് ശിക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ചിത്രീകരിച്ചതാണ്. അത് വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ട് പൾസർ സുനിയെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വിശ്വസിക്കൂ എന്ന് പറഞ്ഞ് ആ വിശ്വാസം അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം എന്ന തരത്തിലാണ് അത് പ്രചരിപ്പിക്കപ്പെട്ടത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതുപോലെ ആസിഡ് ഒഴിക്കും എന്നതുൾപ്പെടെയുള്ള ഭീഷണികൾ അതിജീവിതയെ അനുകൂലിച്ച് സംസാരിക്കുന്നവരോടുമൊക്കെ നടത്തുന്നത്. എന്താണ് ഇവരൊക്കെ കരുതുന്നത് എന്നത് മനസ്സിലാകുന്നില്ല. അപമാനിച്ചും ഭയപ്പെടുത്തിയും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ധീരയായി നീതിക്ക് വേണ്ടി പൊരുതിയ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖ നടിമാരിൽ ഒരാളായ നടിയാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. അവർക്കാണ് ഈ ഗതിയെങ്കിൽ എന്താകും സാധാരണക്കാരുടെ അവസ്ഥ, പ്രതികരിക്കാതിരിക്കുന്നവരുടെ അവസ്ഥ എന്നത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. ഇത് അധികാരികൾ കാണേണ്ടതാണ്. ഇതിനോടകം തന്നെ നടിക്കൊപ്പമാണ് എന്ന സന്ദേശം നമ്മുടെ സമൂഹം നൽകിക്കഴിഞ്ഞു. നമ്മുടെ ഭരണ സംവിധാനവും അത് നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഈ കാര്യങ്ങൾ കൂടി അധികാരികൾ കാണണം. സ്ത്രീകൾക്ക് ഇവിടെ നീതി വേണം. അവർക്ക് ഭയരഹിതമായി ജീവിക്കാൻ കഴിയണം. നിയമ പോരാട്ടത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഇത്തരം ഹീനമായ പ്രവൃത്തികൾ, ഇങ്ങേയറ്റം ഉള്ള ഒരു കോടതിയിൽ നിന്ന് കിട്ടിയ അനുകൂല നടപടികളിലാണ് ഇപ്പോൾ ഇത്രയധികം ക്യാമ്പയിനുകൾ നടക്കുന്നത്, ഭീഷണികൾ ഉയരുന്നത്. നീതിക്ക് വേണ്ടി ഇനി ഏറെ ദൂരം പോകാനുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ സുരക്ഷയും സംരക്ഷണവും ഒരുക്കണം. സ്ത്രീകൾക്ക് നീതി വേണം. അതിന് നമ്മുടെ സംവിധാനങ്ങൾ അവർക്കൊപ്പം നിൽക്കണം. സമൂഹത്തിനും ആ ഉത്തരവാദിത്തമുണ്ട്. ഒരു ഇരയ്ക്ക് ആവർത്തിച്ച് നീതി നിഷേധത്തെക്കുറിച്ച് പറയേണ്ടി വരുന്നുവെങ്കിൽ അത് നമ്മുടെ സംവിധാനങ്ങളുടെ പോരായ്മയാണ്, നമ്മുടെ സമൂഹത്തിന്റെ പോരായ്മയാണ്. അവർക്കൊപ്പം നിൽക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഓരോരുത്തരും ആ ഉത്തരവാദിത്തം അറിഞ്ഞ് പെരുമാറുക തന്നെ വേണം.